പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന അല്ലാഹു ലിയുദില്ല ഖൗമൻ ബഅദ ഇദ് ഹദാഹും. ഒരു ജനതയ്ക്ക് മാർഗദർശനം നൽകിയതിനു ശേഷം അവർ കാത്തു സൂക്ഷിക്കേണ്ടതെന്തെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതുവരെ അള്ളാഹു അവരെ പിഴച്ചവരായി ഗണിക്കുന്നതല്ല. തീർച്ചയായും അള്ളാഹു ഏതു കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ജനതയ്ക്ക് മാർഗദർശനം നൽകിയതിനു ശേഷം അവർ കാത്തു സൂക്ഷിക്കേണ്ടതെന്തെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നവരെ അള്ളാഹു അവരെ പിഴച്ചവരായി ഗണിക്കുന്നതല്ല. നിരീശ്വരവാദികൾ പൊതുവെ ചോദിക്കാറുണ്ട്, ഇന്ത്യയിലത്തെ ഹിന്ദുക്കൾ നരകത്തിലാണോ അല്ലെങ്കിൽ മറ്റു മതസ്ഥ നരകത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വെച്ചാൽ അവർക്ക് അവരുടെ വിശ്വാസരാഹിത്യം മൂലം, തിന്മകൾ മൂലം ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാതെ അള്ളാഹു അവരെ ശിക്ഷിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഹൈന്ദവർക്ക് ഇസ്ലാം എന്തെന്ന് അറിയില്ല. അവരുടെ കാഴ്ചയിൽ ഇസ്ലാം ഒരു ഭീകര മതമാണ്. കട്ടവൻ്റെ കൈവെട്ടുക, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിരപരാധികളെ വെട്ടിക്കൊല്ലുക, അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തുക, കള്ളക്കടത്ത് നടത്തുക, അല്ലെ സ്വർണം. ഇപ്പോൾ കരിപ്പൂരിനൊക്കെ കൂടുതൽ സ്വർണം കടത്തുന്ന അധികം മുസ്ലിങ്ങളാണ്. അതിന് കാരണം വെച്ചാൽ മുസ്ലിങ്ങളാണ് കൂടുതൽ ഗൾഫിൽ പോകുന്നത്. മുസ്ലിങ്ങൾ ഗൾഫിൽ പോകാൻ കാരണം വെച്ചാൽ മുസ്ലിങ്ങൾക്കായിരുന്നു പണ്ട് അവിടെ സ്വീകാര്യത ഉണ്ടായിരുന്നത്. ഗൾഫിലെ അറബികളും മുസ്ലിങ്ങളെ മാത്രം അധികം വീട് പണിക്കാണ് ആദ്യം പോയിരുന്നത്. വീട് പണിക്ക് പോകുമ്പോൾ വീട്ടിൽ മുസ്ലിങ്ങളാണല്ലോ വെക്കുക, മുസ്ലിങ്ങളെ വെക്കില്ലല്ലോ. അപ്പോൾ മുസ്ലിങ്ങളെ മാത്രമേ അവരധികം വെച്ചിരുന്നുള്ളൂ. പിന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് മുസ്ലിങ്ങളെ വെച്ചിരുന്നത്. വീട് വിസക്കാണ് അധികം പോയിരുന്നത്. അപ്പം അധികം തുടക്കത്തിലൊക്കെ ഗൾഫിലൊക്കെ ആദ്യം പോയിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ അറിവിലൊരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം ഗൾഫിലേക്ക് പോയി. മുസ്ലിങ്ങൾക്കാണ് ചാൻസ് ഇല്ല. അപ്പം മുപ്പിൽ എന്ത് പറഞ്ഞ് അയൽവാസി കാര്യം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മതി, പേരും പറഞ്ഞു റഹീം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അവിടെ പോയി കുറച്ച് ദിവസം നിന്നപ്പോൾ അറബിക്ക് സംശയം തോന്നി, ഇത് നിസ്കരിക്കുന്ന പറഞ്ഞു. നിസ്കരിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പം കള്ളം പിടിക്കപ്പെടുകയും നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത്, മുസ്ലിങ്ങളെ ആണല്ലോ അവർ വെക്കുക. കാരണം മുസ്ലിങ്ങൾ മൂത്രമൊഴിച്ചാൽ കഴിയില്ല, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അയൽവാസിയുണ്ട്, അവർ നായയെ വളർത്തും. ചിലപ്പോൾ നായി ചിലപ്പോൾ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് ആ വീട്ടിലേക്ക് നമ്മൾ ആദ്യം പോയിരുന്നു. അപ്പം നമ്മുടെ മറ്റൊരു അയൽവാസിയുണ്ട്, ആ അല്പം തീവ്രതയുള്ള അയൽവാസിയാണ്, അയൽവാസി സ്ത്രീ. അപ്പം സുന്നിയാണ്. അപ്പം പറഞ്ഞ് ഇങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെ ഒരു നായ സോഫമലൊക്കെ കയറ്റി ഇരുത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ ആരെയാണ് നമ്മൾ സോഫമലൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരെല്ലാം പോകാൻ പാടില്ല, അങ്ങനെ ആ വീട്ടിൽ പോകാറില്ല. അപ്പോൾ നമുക്കൊരോ ചിട്ടകളുണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ വിഷമലക്ക് പോകണവരെന്ത് ചെയ്യും, ഹൈന്ദവരുടെ ഹോട്ടലിൽ വെച്ചാൽ പച്ചക്കറി മാത്രം കിട്ടുന്ന ഹോട്ടലിൽ മാത്രമേ കയറുള്ളൂ. അപ്പം മീൻകറി വെക്കുന്ന ഹോട്ടലിൽ കയറിയിട്ട് പച്ചക്കറി കഴിക്കില്ല. നമ്മളേക്കും മീൻകറി കൊടുക്കുന്ന ഹോട്ടലിൽ കയറിയിട്ട് പച്ചക്കറി മാത്രം കഴിച്ചാൽ പോലെ പക്ഷേ അവർക്ക് അവരുടെ ചിട്ടയ്ക്ക് എതിരാണ്. കാരണം എങ്ങനെയായാലും ആ മീൻ കറിയിലിട്ട കയ്യിൽ മറ്റേതൊക്കെ ഇടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ സ്വാമിമാർക്കുള്ള പ്രത്യേക ഹോട്ടലിൽ മാത്രം പച്ചക്കറി മാത്രം കിട്ടുന്ന ഹോട്ടലിൽ മാത്രം അവർ കയറുന്നത്, നോൺ വെജ് ഹോട്ടലിൽ മാത്രം. അത് ഒരേ ചിട്ടാണ്, ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതുപോലത്തെ ചിട്ടകൾ അവർ പാലിച്ചോട്ടെ. പറഞ്ഞു വരുന്നത്, അങ്ങനെ തുടക്കത്തിലും മുസ്ലിങ്ങളായിരുന്നു ഗൾഫിലേക്ക് പോയത്. ഗൾഫിലേക്ക് മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വിസ കൊടുക്കുമ്പോൾ അവരുടെ കുടുംബക്കാർക്കാണല്ലോ വിസ കൊടുക്കുക. അങ്ങനെ ആണ് മുസ്ലിങ്ങൾ കൂടുതലായിട്ട് ഗൾഫിൽ പോകാൻ തുടങ്ങിയത്. ഗൾഫിൽ കൂടുതൽ മഹാഭൂരിപക്ഷം ഇപ്പോൾ കേരളയിൽ 80% മുസ്ലിങ്ങളായിരിക്കും, 20% മാത്രമേ മറ്റു മതസ്ഥരുണ്ടാവുകയുള്ളൂ. അപ്പോൾ പിടിക്കപ്പെടുന്നതും മുസ്ലിങ്ങളാണല്ലോ, അല്ലേ? അപ്പോൾ മാരുതി കാറുകൾ അപകടത്തിൽ പെടുന്നു എന്ന് പറഞ്ഞാൽ മാരുതി കാറിന് കുഴപ്പമില്ലല്ലോ, കാരണം മാരുതി കാറിനാണ് കൂടുതൽ ചിലവാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ റോൾസ് റോയ്സ് ചിലർ പറയും റോൾസ് റോയ്സ് കാർ അപകടത്തിൽ പെടില്ല. കാരണം ഈ നമ്മുടെ മറ്റു കാറുകളും റോൾസ് റോയ്സിന് ഇത് നോക്കുമ്പോൾ
വളരെ തുച്ഛമായിരിക്കും. 1% പോയിട്ട് 0.5% പോലും ഉണ്ടല്ലോ. കാരണം എന്താണ്, റോൾസ് റോയ്സുകാർ ഇവിടെ കുറവാണ്. മനസ്സിലായി. ഇന്ത്യയിൽ തന്നെ ഒരു കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ, ഒരു 100 വെച്ചോടൊക്കെ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുപോലെയാണ്. അപ്പം ഗൾഫിൽ നിന്ന് അധികം ഈ കള്ളക്കടത്ത് നടത്തുന്നത് മുസ്ലിങ്ങളാണ്. ഒരു ഖ്യാതിയുണ്ട്, അത് ശരിയുമാണ്. സ്വർണം കടത്തുന്നത് അധികം മുസ്ലിങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് മറ്റൊരു കാരണം വെച്ചാൽ അവർക്ക് വരുമാനം കിട്ടുന്നില്ല, നല്ല ജോലി ഉണ്ടാവില്ല ഗൾഫിൽ. അപ്പം നാട്ടിലേക്ക് വരുമ്പോൾ വിമാന ടിക്കറ്റെങ്കിലും റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഇത്രയും സ്വർണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിമാന ടിക്കറ്റിൻ്റെ പൈസ സ്പോൺസർമാർ കൊടുക്കും. അതിനു വേണ്ടിയാണ് കള്ളക്കടത്ത് നടത്തുന്നത് മഹാഭൂരിപക്ഷം. ചില ആൾക്കാർ അഹമ്മദി മൂത്തത്തിൽ അതിൽ ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിനെ നമ്മൾ പറ്റിച്ച് ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ പൊതുവെ മുസ്ലിങ്ങൾക്കുള്ള ധാരണ എന്താണ്, മുസ്ലിങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നവരാണ് അല്ലേ. ഗൾഫിൽ നിന്ന് കരിപ്പൂരിലൊക്കെ അധികം സ്വർണ്ണക്കടത്ത് കൊണ്ടുവരുന്ന മുസ്ലിങ്ങൾ അധികം പിടിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങൾ കൂടുതലുള്ളത് കൊണ്ട്, ഗൾഫിലുള്ളത് കൊണ്ട് കട്ടവൻ്റെ തല വെട്ടും, അല്ലെ കട്ടവൻ്റെ കൈ വെട്ടും, കൊന്നവൻ്റെ തല വെട്ടും. ഒരു കാടമതമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് ഇസ്ലാം എന്തെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ നമ്മൾ പ്രബോധന ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രബോധന കർമ്മം കൃത്യമായി നിർവഹിക്കുന്നുമില്ല. ശരി, നമ്മൾ ശരിക്കും പ്രബോധന കർമ്മം കൃത്യമായി നിർവഹിക്കണം. അത് നമ്മൾ ചെയ്യാറില്ല. പിന്നെ അല്പം ചെയ്യുന്നത് തബ്ലീഗുകാരാണ് ചെയ്യുന്നത്. അവർക്ക് തബ്ലീഗുകാർ വളരെ കുറവുമാണ്, പരിമിതിയുമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പ്രവാചകൻ ചെയ്ത മാതിരി എല്ലായിടത്തും അതിനായിട്ട് ജീവിതം ഉഴിഞ്ഞ് വെക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്തത്. സെക്കൻഡ് സമയം കിട്ടിയാൽ അദ്ദേഹം പല നാടുകളിലേക്കും പോയിട്ട് പ്രബോധനം നടത്തും, മറ്റുള്ളവരെ സഹാബികളെ പറഞ്ഞേക്കും. അല്ലേ, ഇന്ത്യയിലേക്ക് വരെ അദ്ദേഹം എന്ത് ചെയ്തു, സഹാബിമാരെ പറഞ്ഞയച്ചു. ഒരു സമയം വെറുതെ വിനിയോഗിച്ചിട്ടില്ല. യുദ്ധത്തിന് പിടിക്കപ്പെടുന്ന തടവുകാരോട് പറഞ്ഞത്, നിങ്ങൾ അവരെ അല്പം പിന്നെ ഖുർആൻ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന്. അല്ലേ, അതുപോലെ തന്നെ പിന്നെ ശത്രുക്കളിൽ നിന്ന് ഇപ്പോൾ ജൂതന്മാരോ അല്ലെങ്കിൽ മറ്റു ക്രൈസ്തവരോ ഒക്കെ ആയിട്ട് തടവുകാരായി പിടിച്ചു കഴിഞ്ഞാൽ ഒരു വൻ ഇത് കൊടുക്കണം, വൻ പിഴ കൊടുക്കണം. ആ പിഴയ്ക്ക് പകരം എന്താണ്, അവരുടെ കയ്യിലുള്ള അറിവ് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവരെ വിട്ടയക്കപ്പെടും. മനസ്സിലായി. അപ്പം വൻ തുക പിഴ കൊടുക്കണേക്കാൾ ഏറ്റവും അമൂല്യമാണ് അറിവ് നേടുക, അറിവ് നേടുക, പ്രബോധന കർമ്മം ചെയ്യുക. ഇതൊക്കെ പ്രവാചകൻ വളരെ മുഖ്യ വിഷയമായിട്ട് എടുത്തിരുന്നു. പക്ഷെ അത് നമ്മുടെ മുസ്ലിങ്ങൾ ആരും അങ്ങനെ ചെയ്യാറില്ല. ചെയ്യുന്നത് അല്പം തബ്ലീഗുകാർ മാത്രമേ ഉള്ളൂ. പിന്നെ മുജാഹിദ് പ്രസ്ഥാനക്കാരൊക്കെ ഇടയ്ക്ക് പൊതുയോഗങ്ങളൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ അറിവ് എത്തുന്നുണ്ട്. വളരെ കുറച്ച് പേരൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നുമുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ ഇസ്ലാമിനെ പറ്റി യഥാവിധി മനസ്സിലാക്കി കൊടുക്കാതെ മറ്റു മതസ്ഥരെയാളോ ശിക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിരീശ്വരവാദി ഉത്തരത്തിലുള്ള മറുപടി എന്താണ്, ഇവിടെയുള്ള ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവില്ല. കാരണം ഇസ്ലാം എന്താണെന്ന് ഇപ്പോൾ യഥാവിധി മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ഇപ്പോൾ യൂട്യൂബിലുമൊക്കെ ഖുർആൻ പരിഭാഷകളും ഒക്കെ ഉണ്ട്, ഖുർആൻ പരിഭാഷയും ഖുർആൻ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാർ തുറന്നു നോക്കാൻ തയ്യാറാവുന്നില്ല. കാരണം എന്തെങ്കിലും വേണ്ടേ. ഇപ്പം സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന എല്ലാ സിനിമയും നമ്മൾ കാണാറില്ലല്ലോ. ആ സിനിമയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി കാണുക അല്ലേ. ഇപ്പോൾ ലോക എന്ന സിനിമ ഇറങ്ങി, അത് നല്ലവണ്ണം ഓടി, അപ്പം നമ്മളത് കാണും. അല്ലാതെ നമ്മൾ പേരും ചൂരും വരാതെ എത്രയോ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഒരു ദിവസം പോലും ശരിക്കും ഓടാത്ത സിനിമകളെ ഫസ്റ്റ് നോൺ ഷോ ഓടും, മാറ്റിനി ഓടും, പിന്നെ 6 മണി ഷോ നിർത്തലാക്കും. പത്രത്തിൽ 4 ഷോ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ 2 ഷോ ഓടുള്ളൂ, 3ാമത്തെ ഷോ നിർത്തല. കാരണം ആളുണ്ടാവില്ല, 2 ഷോനെ അങ്ങനെയൊക്കെ ഓടിച്ചാണ്. അതാണ് അവസ്ഥ, ഇപ്പോഴത്തെ സിനിമകളുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ തിയേറ്ററിൽ പോകാറില്ല. പക്ഷേ ചില സിനിമകളിലെ പരസ്യങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ പറ്റി കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ ഓടിയെന്ന് അറിയുമ്പോഴോ നമ്മൾ കാണും. അപ്പോൾ അതുപോലെ തന്നെ ഇസ്ലാമിൽ പഠിക്കാനുള്ള ഒരു വകുപ്പ് കാണുന്നില്ല. എന്തെങ്കിലും ഒരു മെച്ചം കാണുമ്പോഴാണ് പഠിക്കുക. അപ്പോൾ അതിനെ കാണിക്കാൻ നമ്മൾ മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം നമ്മൾ ജീവിതം കൊണ്ടാണ് ഇസ്ലാമിനെ സമർപ്പിക്കേണ്ടത്. മനസ്സിലായി. പ്രവാചകൻ മാലിക് ദിനാറും സംഘവും അങ്ങനെയാണ്, ജീവിതം കൊണ്ടാണ് ഇസ്ലാമിനെ സമർപ്പിച്ചത്. അവർ പിന്നെ കൊടുങ്ങല്ലൂരെത്തുന്ന ഒരു കപ്പലിറങ്ങിയെന്ന് തോന്നുന്നു.
അവിടെ പോയിട്ട് ലഘുലേഖ വിതരണം ചെയ്തില്ല. ആദ്യം പോയിട്ട് പ്രസ് പോയിട്ട് ലഘുലേഖ അടിച്ച് വിതരണം ചെയ്യുകയോ നോട്ടീസ് ഒട്ടിക്കുകയോ പ്രസംഗം ചെയ്യുകയോ അല്ല ചെയ്തത്, മറിച്ച് ജീവിതം കൊണ്ടായിരുന്നു. ഒരു വന്ന ഉടനെ ഒരു അപ്പു എന്നുള്ള ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കരിക്കിട്ട് കൊടുത്തു. ഇപ്പോൾ ആദിത്യ മര്യാദ പേര് കേട്ടവരായിരുന്നല്ലോ കേരളീയർ. അപ്പം കരിക്ക് കിട്ടിയ ഉടനെ ഒരു ആദ്യം ചോദിച്ചത് നിങ്ങളുടെ വീട്ടിൽ തന്നെ കരിക്കാണോ എന്ന് ചോദിച്ചു. കാരണം മറ്റാരെങ്കിലും കരിക്ക് ഭക്ഷിക്കാൻ ഹറാമായത് ഒരു തുള്ളി പോലും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഹറാമായൊരു ഭക്ഷണം പോലും അവർ കഴിക്കില്ല. അങ്ങനെ ഹദീസുകളും മറ്റു സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നീട് ഒരു സമയത്ത് ഞാൻ പറയാം. അങ്ങനെ അവർ പറഞ്ഞല്ല എൻ്റെ തൊടിയിലത്തെ കരിക്കാണെന്ന് പറഞ്ഞപ്പോഴാണ് കുടിച്ചത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, എന്തൊരു മനുഷ്യരാണ്. സാധാരണ മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ ഭൂജാതനാവുന്നതിന് മുമ്പേ ഇവിടെ അറബികളും മുസ്ലിങ്ങളും തമ്മിൽ വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലായിടത്തും കച്ചവടം ചെയ്യുന്നവരായിരുന്നല്ലോ. പല നാട്ടിലും ചരക്ക് മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുന്ന ജോലി. ഇപ്പോഴും കച്ചവടത്തിൽ പേരുകെട്ട നമ്മുടെ കോഴിക്കോടും മറ്റു പല സ്ഥലത്തും നല്ലവണ്ണം കച്ചവടം ചെയ്യാനറിയുന്നവരും മുസ്ലിങ്ങളായിരിക്കും. കാരണം അവരെ വിട്ടുവീഴ്ച അള്ളാഹുൽ താല ബലമേൽപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം നേരിട്ടാൽ അള്ളാഹുൽ ബലമേൽപ്പിക്കും. കാരുണ്യം, അതുപോലെ തന്നെ ജനങ്ങളെ പരിഗണിക്കുക, കസ്റ്റമേഴ്സിനെ പരിഗണിക്കുക, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് അധികം ഇപ്പോൾ കോഴിക്കോട് വല്യങ്ങാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം മുസ്ലിം വ്യാപാരികളാണ് കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. കാരണം ഒരു സത്യസന്ധന്മാരായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ മുസ്ലിങ്ങളുടെ ആ സ്വഭാവം മൂലം പണ്ടേ അറബികളും കേരളീയരും തമ്മിൽ നല്ല കച്ചവട ബന്ധമുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, മറ്റു പല നാടുകളിലും കച്ചവടം നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി വിൽക്കും, അവിടെ നിന്നുള്ള സാധനം ഇവിടെ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ ആയിരുന്നു ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കാൻ വാസ്കോ ഡ ഗാമ പറഞ്ഞു, ഈ അറബികളെ ഈ കച്ചവടത്തിൽ നിന്ന് ഒഴിവാക്കി പകരം നമുക്ക് തരണം, കുത്തക നമുക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചെരമാൻ പെരുമാളാണോ അറിയില്ല, അദ്ദേഹം അനുവദിച്ചില്ല. ഇല്ല, അവർ പണ്ടേ നമ്മളെ ബന്ധക്കാരാണ്, ഒരിക്കൽ ഞങ്ങൾ അത് പിന്നെ സാമൂതിരി രാജാവ് അനുവദിച്ചു കൊടുത്തില്ല. അപ്പോൾ അതാണ് പോർച്ചുഗീസുകാരും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടാകാൻ പ്രധാന കാരണം. അപ്പം ഈ പണ്ടേ ഇവർ കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ഒരു മൈൻഡാണ് അറബികൾക്ക്. അങ്ങനെ പണ്ടേ ഇവിടെ പിന്നെ അറബികളൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് കിട്ടിയാലും വാരി കുടിക്കുക ചെയ്യുക. കഴിക്കാനായാലും എന്തായാലും ഒന്നും ചോദിക്കില്ല, അങ്ങോട്ട് വെട്ടി വീഴുകയായിരുന്നു ചെയ്യുക. പക്ഷേ ഈ കൂട്ടത്തിൽ 12 പേരടങ്ങുന്ന സംഘം, മാലിദ്ദീനാർ സംഘവും എത്തിവിടാൻ തന്നെ ഇത് നിങ്ങളുടെ സ്വന്തം വീട്ടിലെ കരിക്കാണോ എന്ന ചോദ്യത്തിൽ തന്നെ ഇവരെ പറ്റി പഠിക്കാനും ചെയ്യുക. അപ്പോൾ എന്ത് കാര്യത്തിലും വളരെ സൂക്ഷ്മതാബോധം, അതുപോലെ നല്ല പെരുമാറ്റം, പുഞ്ചിരിക്കുന്ന സ്വഭാവം, കളവ് പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ. ഇതിനൊക്കെ കണ്ടപ്പോൾ ഇവരെ പറ്റി പഠിക്കാനൊക്കെ തയ്യാറായി. പോരാത്തതിന് പിന്നെ ചെരമാൻ പെരുമാളിൻ്റെ കത്തുമുണ്ടായിരുന്നു. ഈ 12 പേരെ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. ചെരമാൻ പെരുമാളിൻ്റെ അല്ല, ചെരമാൻ പെരുമാളിൻ്റെ പെങ്ങളുടെ മകൻ്റെ അദ്ദേഹം മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചു. അതാണ് മാവോലി ആയത് എന്നൊക്കെ പറയപ്പെടുന്നത്, മാവേലി ആയിപ്പോൾ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കത്ത് വഴി മാലിദ്ദീനാറിൻ്റെ അടുത്ത് കൊടുത്തയച്ചു. നമ്മുടെ ചെരമാൻ പെരുമാളിൻ്റെ കൂടെ വരുന്ന ആളാണ്, ഇവരെ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം എന്നത്. അങ്ങനെ ആ കത്ത് മൂലം ഇവരെന്ത് ചെയ്തു, ഇവർക്ക് വേണ്ട പള്ളി, നിസ്കരിക്കാൻ വേണ്ട പള്ളി, വീട്, അതുപോലെ തന്നെ 12 പേര് പുരുഷന്മാർ മാത്രമെന്ന് അവർക്ക് വേണ്ട സ്ത്രീകൾ, ഭാര്യമാരെ ഇവിടെ കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അത് പ്രധാന കാരണം അവരുടെ സ്വഭാവ രീതി കൊണ്ടാണ്. അത്രയ്ക്കും പിന്നെ നല്ല സ്വഭാവം കാത്തു സൂക്ഷിച്ചാൽ തീർച്ചയായും പിന്നെ സഹായമുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ നല്ലൊരു സ്വഭാവം കാത്തു സൂക്ഷിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായി എന്ന് അക്കാലത്തെ മാലിദ്ദീനാറിൻ്റെ പ്രവാചകനുള്ള കാലത്ത് വെച്ചാൽ 14-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിൽ 570 പ്രവാചകൻ ജനിക്കുന്നത്. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ തന്നെ അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കാനും അങ്ങനെ ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിച്ചു മാലിദ്ദീനാറിൻ്റെ കാലത്ത്. ഇപ്പോൾ അങ്ങനെ
വളരെ ന്യൂനപക്ഷം, എപ്പോഴെങ്കിലുമൊക്കെ ഒന്നോ രണ്ടൊക്കെ കേൾക്കാം. ചുരുക്കി പറഞ്ഞാൽ മാസത്തിൽ ഒരാളൊക്കെ ഇസ്ലാമിലേക്ക് വിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കുറച്ചേ വിടുന്നുള്ളൂ. പ്രധാന കാരണം വെച്ചാൽ മുസ്ലിങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ്. പല കള്ളക്കേസിലും ഒക്കെ മുസ്ലിങ്ങളുണ്ട്. ഒന്നാമത് യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളെ പുറത്താക്കാൻ നമ്മൾ തയ്യാറുമല്ല. മനസ്സിലായില്ലേ? ഇപ്പം ക്രൈസ്തവരൊക്കെ ആണെങ്കിൽ തെറ്റ് ചെയ്യുന്നവർ തെമ്മാടി കുയിലാണ് അടക്കം ചെയ്യുക. പക്ഷെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ യാതൊരു ഇതുമില്ല. എത്ര വലിയ പാപിയായാലും സാധാരണ എല്ലാ നിസ്കാരം മയ്യത്ത് നിസ്കരിക്കും. എന്നിട്ട് എല്ലാവരും ഖബറടക്കുന്ന സ്ഥലത്ത് തന്നെ വരെ കൊണ്ട് ഞാൻ ഖബറടക്കും. പിന്നെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആളെ താങ്കൾ ഒരിക്കലും മയ്യത്ത് നമസ്കരിക്കരുത്, അവരുടെ ഖബറിനടുത്തേക്ക് പോവുകയും ചെയ്തെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് മുസ്ലിങ്ങൾ പാലിക്കപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ തെറ്റുകൾ യഥേഷ്ടം ചെയ്യാൻ തയ്യാറാവുന്നു മുസ്ലിങ്ങൾ. ഒന്നും സംഭവിക്കാനില്ല. മനസ്സിലായി? കള്ളക്കേസിലും പിന്നെ പലതിലും തിന്മകളിലും മുസ്ലിങ്ങളുണ്ട്. നല്ലവരും ധാരാളമുണ്ട്, തിന്മകളും ധാരാളം. നമ്മുടെ ഉസ്താദുമാർ പീഡിപ്പിക്കുന്നു അല്ലേ? മാസത്തിലൊരു വാർത്ത ഉണ്ടാവും, ഉസ്താദ് ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. പ്രധാന കാരണം അവർ ചെറുപ്പത്തിലെ ഇങ്ങനെ ഡ്രസ്സിൽ പഠിച്ച ആൾക്കാരാണ്. ആൺകുട്ടികൾ മാത്രമുള്ള ഡ്രസ്സിൽ. നമ്മുടെ സ്കൂളിൽ പിന്നെ അങ്ങനെ സംഭവിക്കുന്നത് കാണാം. പെൺകുട്ടികളുണ്ടല്ലോ അവിടെ. എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും, പെൺകുട്ടികളുമായിട്ട് പ്രേമിക്കും. ഇതില്ല, ഫുള്ള് ആൺകുട്ടികളാണല്ലോ. അപ്പോൾ അവർ ആൺകുട്ടികളുമായിട്ട് സഹവസിക്കും. രാത്രിയിൽ ഒരുമിച്ച് എല്ലാവരും കിടക്കുകയാണ് ചെയ്യുക. പള്ളി മുകളിൽ ഒന്നായിട്ട് കിടക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ സാഹചര്യമുണ്ട്. പിന്നെ ഇത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ല. ചെറുപ്പത്തിലെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ വലുതാകുമ്പോൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയാണ് പിന്നെ പുരുഷനും തമ്മിലത് പിടിക്കപ്പെടുന്ന കുണ്ടനടി എന്ന് പറയാം. കുണ്ടനടിക്കുന്ന ഉസ്താദുമാർ എന്നൊക്കെ പറയാറുണ്ട് നിരീശ്വരവാദിമാരല്ല. അപ്പോൾ ഇവിടെ സാഹചര്യം ശപിക്കപ്പെട്ട് ഇബ്ലീസ് ചെയ്തു വെക്കുകയാണ് ഇവിടെ. അവന് അവൻ്റെ ഏറ്റവും വലിയ ശത്രു മുസ്ലിങ്ങളാണല്ലോ. അപ്പം മുസ്ലിങ്ങളെ കൊണ്ട് ഇങ്ങനെ തിന്മ ചെയ്യിക്കും. മറ്റു മതസ്ഥരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കില്ല. കാരണം അവൻ്റെ ശത്രുക്കൾ നശിക്കണമല്ലോ അവൻ്റെ ഇഷ്ടം. അപ്പം മുസ്ലിങ്ങൾ നശിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ തോന്നിപ്പിക്കും. ഉസ്താദുമാരെ ഇങ്ങനെ ചെയ്യിക്കാൻ സാഹചര്യം ഉണ്ടായി കൊടുക്കും, ചെയ്യിക്കാൻ തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ശപിക്കപ്പെട്ട ഇബ്ലീസിന് സകല ഭൂമിയിൽ കൊടുക്കാവുന്നതിൽ ഏറ്റവും കനത്ത ശിക്ഷ നീ കൊടുക്കണം തമ്പുരാനെ. ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ ആക്രമണങ്ങൾ തൊട്ട് മുഴുവൻ ജനങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. ആമീൻ.